എനിക്ക് ഉറപ്പുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു നിർണായക ഘടകമായി. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ ത്രികോണ മത്സരം എന്നൊക്കെ പറയും. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴത്തേക്കും അമ്പയെ പരാജയം. ഇവിടെ CPM-നകത്ത് ശക്തമായിട്ടുള്ള ആന്തരിക പ്രശ്നങ്ങളുണ്ട്, കോൺഗ്രസിനകത്ത് ശക്തമായിട്ടുള്ള ആന്തരിക പ്രശ്നങ്ങളുണ്ട്. ഈ ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിക്കാൻ പോലും ആളുകളിൽ ജനങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളോടെല്ലാം മുഖത്തിരിഞ്ഞാണ്. എനിക്കെതിരെ മാത്രമാണ് ഇവിടെ ഒരു അപരനെ നിർത്തിയിട്ടുള്ളത്. ഏതെങ്കിലും അഴിമതിക്കെതിരായിട്ട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. ശക്തമായി ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിൻ്റെ സാഹചര്യം എന്തായിരുന്നു? ഈ ശക്തമായ ത്രികോണ മത്സരം എന്നൊന്നും പറയുന്നതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകൾ ഈ തെരഞ്ഞെടുപ്പും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മുന്നണികളും ആത്മാർത്ഥമായി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സൗഹൃദ മത്സരമാണ്. എല്ലാ സ്ഥാനാർത്ഥികളും പണം മേടിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ AM ആരിഫും KC വേണുഗോപാലും പണം മേടിക്കുന്നത് ശശിധരൻ കർത്താവിൻ്റെ കയ്യിൽ നിന്നാണ്. മറ്റേ ശോഭാ സുരേന്ദ്രൻ്റെ പണം വരുന്നത് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുള്ള സാന്റിയാഗോ മാർട്ടിൻ പോലുള്ള വലിയ കുത്തകകളിൽ നിന്നും വലിയ കോടീശ്വരന്മാരിൽ നിന്നുമാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ പുറമേ വന്ന് നിന്ന് ത്രികോണ മത്സരം എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളാലെ ഒരു പാത്രത്തിൽ നിന്നാണ് ഈ ശോഭാ സുരേന്ദ്രനും KC വേണുഗോപാലും AM ആരിഫും തെരഞ്ഞെടുപ്പിനുള്ള പണം വാങ്ങിക്കുന്നത്. അത് നാട്ടുകാർക്കെല്ലാം നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനൊന്നും ഒരു ചൂടും ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സമവാക്യങ്ങളും പരമ്പരാഗതമായിട്ടുള്ള ധാരണകളും ഒന്നും ഇനി അങ്ങനെ നിലനിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു നിർണായക ഘടകമായിരിക്കുമെന്ന്. അതിൻ്റെ തിരിച്ചറിവുകൾ എനിക്കുണ്ട്. ആ തിരിച്ചറിവുകൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പരസ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇവിടെ നിൽക്കുന്നു. ശോഭാ സുരേന്ദ്രൻ എപ്പോൾ മത്സരിച്ചാലും ശോഭാ സുരേന്ദ്രൻ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചപ്പോൾ ജയിക്കുമെന്ന് പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മത്സരിച്ചപ്പോൾ ജയിക്കുമെന്ന് പറഞ്ഞു. അവിടെയൊക്കെ വലിയ ശക്തമായ ത്രികോണ മത്സരമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോഴും ത്രികോണ മത്സരം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കഴക്കൂട്ടത്ത് 23,000 വോട്ടിനാണ് ശോഭാ സുരേന്ദ്രൻ തോറ്റത്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ ത്രികോണ മത്സരം എന്നൊക്കെ പറയും. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴത്തേക്കും അമ്പയെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നത് മാധ്യമങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറയാമെന്നുള്ളതല്ലാതെ ഇവിടെ അങ്ങനെ ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല ഇവിടെ CPM-നകത്ത് ശക്തമായിട്ടുള്ള ആന്തരിക പ്രശ്നങ്ങളുണ്ട്, കോൺഗ്രസിനകത്തും ശക്തമായിട്ടുള്ള ആന്തരിക പ്രശ്നങ്ങളുണ്ട്. ഈ ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിക്കാൻ പോലും ആളുകളില്ല. ശോഭാ സുരേന്ദ്രൻ്റെ പോലും പാർട്ടിയുടെ നേതാക്കന്മാർ മാവേലിക്കരയൊക്കെ പോയി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരം എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പറയാം. അതൊന്നും ഫലത്തിലുണ്ടാകും എന്ന് വിശ്വസിക്കാൻ തക്ക ഒരു തെളിവും എനിക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ നിമിഷം വരെ ഈ പറഞ്ഞ പോലെ കാര്യക്ഷമമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇവിടെ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ രാവിലെ പോലെ വൈകിട്ട് വരെ ഈ റോഡിൽ പ്രസംഗിച്ച് നടക്കുന്ന ആളാണ്. ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് പോലും എനിക്ക് ഇതുവരെ കാണാൻ കഴിയും. ഇപ്പോൾ എത്ര നേരമായി നമ്മളിവിടെ നിൽക്കുന്നു. ഇതുവഴി പോയ അനൗൺസ്മെൻറ്റ് എൻ്റെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല. കാരണം ജനങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളോടെല്ലാം മുഖം തിരിഞ്ഞാണ് നിൽക്കുന്നത്. ആ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ എന്നോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് വോട്ടർമാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ എനിക്കാണ് ഗുണമുണ്ടാകാൻ പോകുന്നതെന്നും ഇവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തിരുത്തപ്പെടുമെന്നും ഞാൻ വലിയ തോതിൽ നിർണായകമായൊരു ശക്തിയായി മാറും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള എൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം നിർണായകമാണെന്ന് പറഞ്ഞു. അപ്പോൾ KM ഷാജഹാൻ്റെ സ്ഥാനാർത്ഥിത്വം ആരെങ്കിലും ഒരു ഭയം സൃഷ്ടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്വാഭാവികമാണല്ലോ. കാരണം എനിക്കെതിരെ മാത്രമാണ് ഇവിടെ ഒരു അപരനെ നിർത്തിയിട്ടുള്ളത്. UDF-നെതിരെ അപരനില്ല, BJP-ക്കെതിരെ അപരനില്ല, എനിക്കെതിരെ മാത്രമേ അപരനുള്ളൂ. അപ്പോൾ എനിക്കെതിരെ എന്തിനാണ് CPM അപരനെ നിർത്തുന്നത്? അത് കാണിക്കുന്നത് തന്നെ CPM-ന് എൻ്റെ സ്ഥാനാർത്ഥിത്വ ഭയം ഉണ്ടെന്നുള്ളതല്ലേ. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ അവഗണിക്കപ്പെടേണ്ട ഒരാളാണെങ്കിൽ എനിക്കെതിരെ എന്തിനാണ് അപരനെ നിർത്തുന്നത്? എനിക്കെതിരെ മാത്രമാണ് ഇവിടെ അപരനെ നിർത്തിയിട്ടുള്ളത്. ഇവിടെ കോൺഗ്രസിനെതിരെ അപരനെ നിർത്തിയിട്ടില്ല, UDF-നെതിരെ അപരനെ നിർത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും എന്നെ വളരെ ഗൗരവമായിട്ട് CPM കാണുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണല്ലോ ഇപ്പോൾ എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള പ്രകോപനം. എനിക്കെതിരെയാണ് ഇവിടെ പ്രകോപനം ഉണ്ടാകുന്നത്. ഇവിടെ പ്രകോപനം UDF-നും BJP-ക്കും എതിരായിട്ടല്ല ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്കെതിരെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ അവരുടെ എല്ലാം അങ്കലാപ്പാണ് കാണിക്കുന്നത്. ഇതേ അങ്കലാപ്പ് മറ്റു മുന്നണികളിലും ഉണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം കഴിയുന്തോറും ഞാനൊരു നിർണായക ശക്തിയായി മാറും എന്ന് ഞാൻ പറയാൻ കാരണം. അതിൽ ഏറ്റവും അവസാനമായി എനിക്ക് പറയാനുള്ള കാരണം വെച്ചാൽ ഈ 4 സ്ഥാനാർത്ഥികൾ വെച്ച് നോക്കിയാൽ കഴിഞ്ഞ 2-3-4 വർഷങ്ങളായി സാമൂഹ്യ മാധ്യമത്തിൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുണ്ടായിരുന്ന എനിക്കാണ്.
ആ സാമൂഹ്യ മാധ്യമത്തിൽ സാന്നിധ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും അഴിമതിക്കെതിരായിട്ട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നേട്ടം എനിക്കുണ്ടാകും എന്നാണ് ഞാൻ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കിട്ടുന്ന പ്രതികരണം എന്തൊക്കെയാണ്? വലിയ പ്രതികരണമാണ് എനിക്ക് കിട്ടുന്നത്. കാരണം ഈ മറ്റ് സ്ഥാനാർത്ഥികളോടെല്ലാം ജനങ്ങൾ പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ ഓരോ ദിവസവും ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു 10-20 ആളുകളെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ട് നിങ്ങൾ ചെയ്യുന്നത് വലിയ പണിയാണ്. ഈ 3 മുന്നണികൾ ഒരേ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. നിങ്ങൾ അതിനെതിരായിട്ട് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ എല്ലാ ദിവസവും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നുൾപ്പെടെ എത്രയോ പേര് ഇവിടെ തന്നെ വന്നിട്ട് 2-3 പേര് എന്നെ കണ്ടിട്ട് സംസാരിച്ച് പോകുന്നു നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരു അവജ്ഞ ജനങ്ങൾക്കുള്ളപ്പോൾ ആ അവജ്ഞ ഉള്ള സമയത്ത് എന്നോട് വന്ന് എനിക്ക് പിന്തുണ അർപ്പിച്ച് പോകുന്നുണ്ട് ജനങ്ങൾ. അത് കാണിക്കുന്നത് എനിക്കുള്ള വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് മറ്റ് സ്ഥാനാർത്ഥികളോട് അവജ്ഞ കാണിക്കുമ്പോഴാണ് എന്നോട് അംഗീകാരം കാണിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഒരു ആവശ്യം തരുന്നത്. താങ്കളുടെ സേവ് ദ കേരള ഫോറം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ആശയങ്ങൾ? അല്ല, ഞങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം, സ്ത്രീ പീഡനങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം, പിന്നെ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം, പോലീസ് അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം, ഇതെല്ലാത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ ഇതിനെതിരെയൊക്കെ വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്യുന്ന ഒരു സംഘടനയാണ് സേവ് കേരള ഫോറം. അതാണ് അതിൻ്റെ പ്രധാന മുദ്രാവാക്യം. കെ എം ഷാജഹാന് എന്തുകൊണ്ടാണ് സഖാവ് പിണറായി വിജയനോട് ഇത്രത്തോളം ഒരു രോഷം എന്ന് ചോദിച്ചാൽ അതിപ്പോൾ പിണറായി വിജയൻ എന്നല്ല, ഞാനിപ്പോൾ VS അച്യുതാനന്ദൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ വിരോധം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്കായിരുന്നു. അതിന് മുമ്പും പിണറായി വിജയനെതിരായിട്ട് ഞാൻ സമരം ചെയ്തിരുന്നു, ഇപ്പോഴും പിണറായി വിജയനെതിരെ. അപ്പോൾ ഇതൊന്നും വ്യക്തികേന്ദ്രീകൃതമല്ല. വ്യക്തികൾക്കെതിരെ ഒന്നും എനിക്കൊരു സമരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഓരോ സ്ഥാനത്തിരിക്കുന്നവർ ആ സ്ഥാനത്തിന് വിരുദ്ധമായി, ഓരോ പ്രസ്ഥാനത്തിലിരിക്കുന്നവർ ആ പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ഞാൻ അവർക്കെതിരെ സമരം ചെയ്യുന്നു എന്നേ ഉള്ളൂ. ആളുകളൊക്കെ മാറി വരും. നാളെ പിണറായി വിജയൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയനെ വിമർശിക്കുന്നതിനകത്ത് അർത്ഥമില്ല. പിന്നെ അധികാര സ്ഥാനത്ത് വരുന്ന വേറെയുള്ള ആളുകൾ ജനവിരുദ്ധമായി, പാർട്ടി വിരുദ്ധമായി പെരുമാറിക്കഴിഞ്ഞാൽ അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വ്യക്തിപരമായി ഇതിനകത്തൊന്നുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ CATO നടത്തിയ ഈ ഒരു വിദ്വേഷ പ്രചരണം ഇനി തുടർ നടപടി എന്തായിരിക്കും എൻ്റെ? അല്ല, അങ്ങനെയൊന്നും നടത്താൻ അവർക്ക് കഴിയില്ല. അവരങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ അതിനെതിരെ ഉള്ള ശക്തമായ പ്രതിഷേധവുമായി ഞാൻ മുന്നോട്ട് പോകും. അവരെൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഭരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ, ഞാൻ അവരോട് ഇപ്പോൾ പരാതിപ്പെട്ടിട്ടുണ്ട്. അവരെ അനങ്ങാമറ നയം സ്വീകരിക്കുകയാണെങ്കിൽ, മറുഭാഗത്ത് പ്രകോപനം വർദ്ധിച്ചു വരികയാണെങ്കിൽ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഞാൻ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും. കാരണം എൻ്റെ ജനാധിപത്യ അവകാശം, എൻ്റെ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ, എനിക്ക് സുരക്ഷ ഒരുക്കി തരുന്ന കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ അവർക്ക് ബാധ്യതയുണ്ട്. അത് നിർവഹിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എന്താണോ അത് ഞാൻ ചെയ്യും.